ഹരേ കൃഷ്ണ. എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്ന് നമ്മളെല്ലാവരും ഭക്തിയുടെ അല്ലെങ്കിൽ ആധ്യാത്മികപരമായിട്ട് എന്താണ് സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും എല്ലാ മതസ്ഥരും ആധ്യാത്മിക പഠനങ്ങൾ നടത്തുന്നതും അല്ലെങ്കിൽ അത് അനുസരിച്ച് ജീവിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മുക്തിക്ക് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ മോക്ഷം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് എത്ര രീതിയിലുണ്ട് അത് നോക്കാം. ഏതൊക്കെ രീതിയിൽ മോക്ഷത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ ആ എത്ര രീതിയുണ്ടോ അതില് ഏറ്റവും മികച്ചത് എന്താണ്? പിന്നീട് ഈ ഭൂമിയിലേക്ക് വരേണ്ടതായിട്ടുള്ള മോക്ഷം, അതായത് ഭഗവത്ഗീതയിൽ അവസാനം പറയുന്ന മോക്ഷപ്രാപ്തി, അതാണ് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചാൽ കിട്ടുന്ന മുക്തി. ആ മുക്തി കൊണ്ടാണ് എന്ത്? തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടതായിട്ടുള്ള മുക്തി എന്ന് പറയുന്നത്. എല്ലാ മതസ്ഥരും ഇതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ മാത്രമാണ് എന്ത്? ശരിയായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുക്തി എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. ഏതാണ്? സാലോക്യമുക്തി, സാഷ്ടിമുക്തി, സാരൂപ്യമുക്തി, സാമീപ്യമുക്തി, പിന്നെയോ സായൂജ്യമുക്തി. അപ്പൊ ഇത്രയും രീതിയിലാണ് എന്ത് ഈ സംഭവമുള്ളത്. സാലോക്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സാലോക്യ രീതിയില് മുക്തി, ആ ഒരു മുക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ പോകാൻ പറ്റും? അതും നല്ലതാണ്. വൈകുണ്ഠ ഗ്രഹങ്ങളില് പോകാൻ പറ്റും. അവിടെ ചതുർബാഹുവായിട്ടുള്ള രൂപം കിട്ടും അല്ലെ? നാരായണന്റെ രൂപം എന്താണ്? ചതുർബാഹു, 4 കൈകളും ഒക്കെ ഉള്ള. അല്ലെങ്കിൽ അവിടെ മരമായിട്ടോ എന്തെങ്കിലും രീതിയിൽ വൈകുണ്ഠത്തിൽ നമുക്ക് ജീവിക്കാം. പക്ഷെ ആ ഒരു മുക്തിയുടെ പ്രത്യേകത അതും തിരിച്ചു വരേണ്ടതായിട്ടില്ല. പിന്നെയാണെന്ത്? സാഷ്ടിമുക്തി. ആ മുക്തി കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന്റേതുപോലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തുകളും ഒക്കെ ഉണ്ടാവുകയും പിന്നെയോ വൈകുണ്ഠ ഗ്രഹങ്ങളില് വസിക്കുകയും ചെയ്യുന്നു. പിന്നെയാണ് സാരൂപ്യം. ഇപ്പൊ സാലോക്യം എന്ന് പറയുന്നത് ആ, അവിടെ പോകത്തേ ഉള്ളു. എവിടെയാണ്? വൈകുണ്ഠ ഗ്രഹങ്ങളിൽ എത്തിച്ചേരാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഉണ്ടോ? ആ ഒരു രൂപം കിട്ടൂല. സാരൂപ്യമുക്തിക്കാണ് എന്ത്? ചതുർബാഹു, 4 കൈകളുള്ള ഭഗവാൻ നാരായണന്റെ അതേ രൂപം ലഭിക്കുകയും വൈകുണ്ഠ ഗ്രഹങ്ങളിൽ നമുക്ക് വസിക്കാനും സാധിക്കും. പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്? സാമീപ്യമുക്തി. സാമീപ്യമുക്തിയാണ് എന്ത്? സാമീപ്യമുക്തിയാണ് ഭഗവാന്റെ സന്തത സഹചാരിയായി തീരുകയും ഭഗവാനുമായിട്ട് നേരിട്ട് ഇടപെടാൻ പറ്റുന്നതുമായിട്ടുള്ളത്. അർജുനനെ പോലെ ഉള്ള ഭക്തര് നേടിയിട്ടുള്ള മുക്തിയാണ് എന്ത്? ഈ ഒരു സാമീപ്യം എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഭഗവാന്റെ ഭക്തര്, അതാണ് എന്ത്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. അപ്പം അർജുനനെ പോലെയുള്ള ഭഗവാന്റെ സുഹൃത്തുക്കൾ, അല്ലെ, ഭഗവാന്റെ സുഹൃത്തായിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. എവിടെയാണ്? ഗോലോക വൃന്ദാവനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഭഗവാൻ എന്താണോ ആവശ്യം അത് നമുക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമ്മുടെ നാട്ടില് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ്? സായൂജ്യമുക്തി. അതാണ് സായൂജ്യം. അടുത്തത് സായൂജ്യമുക്തിക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അറിവില്ലായ്മ കാരണം. അതാണ് യോഗികളും ജ്ഞാനികളും ഒക്കെ തന്നെ നേടുന്ന എന്താണ്? ഈ സായൂജ്യമുക്തിയാണ്. അപ്പം അങ്ങനെ ഒരു മുക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത്? അത് ബ്രഹ്മജ്യോതിയിൽ പോയിട്ട് ലയിക്കാനേ പറ്റൂ. ഭഗവാനിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശത്തില്. ഇവർക്ക് ഭഗവാനെ അറിയില്ല, ഭഗവാൻ ആരാണെന്ന് അറിയത്തില്ല, ഗോലോകത്തെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, വൈകുണ്ഠ ലോകങ്ങളെ കുറിച്ച് ധാരണയൊന്നുമില്ല. ഇവർക്ക് ആകെ എന്താണ്? ഞാനും നീയും എല്ലാം
ഭഗവാനാണ്. അവസാനം ഇതിന് ശേഷം എവിടെയാണ്? ബ്രഹ്മജ്യോതിയിൽ പോയിട്ട് ലയിക്കുക. ഇതാണ് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഒന്നായി തീരുക. നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു വ്യക്തിയാണ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് വേറൊരാളുമായിട്ട് ഒന്നായി തീരുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വരേണ്ട കാര്യമില്ലല്ലോ. എവിടുന്നോ എന്തോ നമ്മൾ തെറ്റ് ചെയ്തു. അതൊരു വ്യക്തിയായിരുന്ന സമയത്താണ് തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത്, നമ്മൾ പണിഷ്മെന്റ് കിട്ടി നമ്മൾ ഈ ഭൂമിയിൽ വരുന്നത് അല്ലെ? ഈ ജയിലാകുന്ന ഭൂമിയിൽ വന്ന് നമ്മൾ കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഭഗവാനുമായിട്ട് ലയിച്ച് ഒന്നായിരുന്ന ഒരു വ്യക്തി ഭൂമിയിൽ വരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? അത് ഭഗവാൻ തന്നെയാണ്. അപ്പം ഇവര് പറയുന്നത് എന്താ? ഭഗവാനിൽ പോയിട്ട് ലയിക്കുക, ഭഗവാനുമായിട്ട് ഒന്നാകുക. ഭഗവാനുമായിട്ട് ഒന്നാണ് എങ്കിൽ നമുക്ക് ഈ ഒരു വ്യക്തിത്വം കിട്ടൂല. അവിടെ തന്നെ ഭഗവാന്റെ കൂട്ടത്തിൽ തന്നെ ഇരുന്നാ പോരെ. അപ്പൊ നമ്മൾക്ക് ശരിയായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണ് എന്ത്, നമുക്ക് ഈ ഭൂമിയിൽ വരേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇവര് പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? യോഗികളും ജ്ഞാനികളും ഒക്കെ അത് ഭഗവാനിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തിൽ പോയിട്ട് ലയിക്കുക. പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന പരിപാടിയല്ലേ അത്? പക്ഷെ അത്തരത്തിലുള്ള ഒരു മുക്തി എന്ന് പറയുന്നത് എന്താണ്? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ഈ കംസനും ഒക്കെ തന്നെ എന്താണ്, ആ ഭഗവാന്റെ ശത്രുക്കൾ പോലും എന്ത് ഇത് രീതിയിൽ മുക്തി നേടിയവരാണ്. അപ്പം ഒരു ഭഗവാൻ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ ഒരു മുക്തി കിട്ടുന്നതിനെക്കാട്ടിൽ അവരാഗ്രഹിക്കുന്നത് എന്താണ്? നരകലോകങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നരകത്തിലെങ്കിലും പോകട്ടെ. കാരണം എന്താ? വീണ്ടും നമുക്ക് അവസരം കിട്ടും അല്ലേ? ഇതുപോലൊരു മനുഷ്യജന്മമൊക്കെ കിട്ടിയിട്ട് ഇതേപോലൊക്കെ വന്നിരിക്കാൻ പറ്റും. ഇതേപോലൊക്കെ വീണ്ടും വന്നിരുന്ന് ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റും. ചിലപ്പോ ആരായിരിക്കും? ഞാനായിരിക്കില്ല. നമ്മളും എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ലോകങ്ങളിലായിരിക്കാം. അപ്പം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തന് വേണ്ടത് എന്താണ്? എപ്പോഴും ഭഗവാന്റെ അസോസിയേഷൻ ആണ് വേണ്ടത്. ഭഗവാന്റെ നാമങ്ങളാണ് വേണ്ടത്. ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ കേൾക്കേണ്ടതാണ് ഭക്തന് വേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ സായുജ്യ മുക്തി എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യൻ എപ്പോഴും ആക്റ്റീവാണ് അല്ലേ? ബ്രഹ്മജ്യോതിയിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്ടിവിറ്റി ഒന്നുമില്ല. അവിടെ ലയിച്ച് അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മുടെ കൈയും കാലും ഒക്കെ കെട്ടി ഒരു റൂമിനകത്ത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വിമിഷ്ടമായിരിക്കും? ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പം അതെന്തുകൊണ്ടാണ് ആ പുറമെ അങ്ങനെ വരുന്നത്? നമ്മുടെ വ്യക്തിത്വം കാരണം, ആ സോളിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ വ്യക്തിത്വം കാരണമാണ് നമുക്ക് ആ ഒരു എന്താ എപ്പോഴും ആ ഒരു സേവന മനോഭാവമുള്ളത്. അവരെ കൊണ്ടുപോയി എവിടെയെങ്കിലും ലയിപ്പിച്ചു കഴിഞ്ഞാൽ വല്ലതും നടക്കുവോ? ഒന്നും നടക്കൂല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്, ഈ ഭക്തൻ ഈ സായുജ്യമുക്തി അവർക്ക് വേണ്ട. കാരണം അതിനേക്കാട്ട് നല്ലത് നരകലോകമാണെന്നാണ് പറയുന്നത്. കാരണം എന്താ? നരകത്തിൽ പോയാലും നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള അവസരമുണ്ട്. ആ ഭഗവാനുമായിട്ട് ഒന്നായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഭഗവാനുമായിട്ട് ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാസന ഉണ്ടാകും അല്ലേ? ആ ഭഗവാന്റെ മുന്നില് നമ്മൾ കുറ്റവാളികളായിട്ട് മാറും. സത്യത്തില് ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ മുക്തിയും എന്താണെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഹനുമാൻ സ്വാമിയുടെ കഥ അറിയാം അല്ലേ? ഹനുമാൻ സ്വാമിയെ ഭഗവാൻ വിളിക്കുന്ന സമയത്ത് എന്താണ് പറയുന്നത്? ഇല്ല, അങ്ങയുടെ നാമം എവിടെയുണ്ടോ ഞാൻ അവിടെ കഴിഞ്ഞോളാം എന്നാണ് പറയുന്നത്. അപ്പം ഈ സായുജ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരവുമായിട്ട് ലയിക്കുക അല്ലെ? ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിൽ ലയിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു 99.99% നാട്ടില് ഭാഗവത സപ്താഹവും ഭാഗവത പ്രചരണം നടത്തുന്ന ആൾക്കാരെല്ലാം എന്താണ്, അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. പക്ഷെ അവര് പറയൂല. എന്തുകൊണ്ടാ?
പറഞ്ഞാൽ ആൾക്കാരെ കിട്ടൂല. ഈവൻ യൂട്യൂബ് തുറന്നാലും എല്ലാവരുടെയും അജണ്ട ഇത് സെറ്റ് ചെയ്തിട്ടാണ്. കാരണം കൃഷ്ണന്റെ കഥ കേട്ടാൽ മാത്രമേ ആൾക്കാർ കൂടൂ. കൃഷ്ണലീല പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ കൂടൂ. അതുകൊണ്ടെന്താണ് ആൾക്കാരെ കൂട്ടി കൂട്ടി അവര് ആൾക്കാരെ ഡൈവേർട്ട് ചെയ്ത് വിടും. നമ്മൾ പോലും അറിയാതെ ഈ ബ്രഹ്മജ്യോതി വന്ന് നമ്മുടെ തലയിൽ വീഴും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കേൾക്കുന്നത് ആ ശരിയായിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ ഭഗവാനെ കുറിച്ച് കേൾക്കാവൂ. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഭഗവാന്റെ ഭഗവാന്റെ ഊർജം അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയായിട്ട് പല രീതിയിൽ അദ്ദേഹം വികസിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ദ്വന്ദ് സങ്കല്പം എന്ന് പറയുന്നത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് അറിവില്ലായ്മ കാരണമാണ്. ആ ഒരു അജ്ഞത മൂലമാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ 9:11 ശ്ലോകത്തിൽ പറയുന്നത് വിഡ്ഢികൾ മാത്രമാണ് അദ്ദേഹത്തെ വെറും മനുഷ്യനായിട്ട് കണക്കാക്കുന്നത്. കാരണം അവർക്ക് ഭഗവാന്റെ ശക്തിയെക്കുറിച്ചോ ഭഗവാനെ കുറിച്ചോ യാതൊരു ധാരണയുമില്ല. കാരണം വേദങ്ങളിൽ ഇത്രയേ പറയുന്നുള്ളൂ. കാരണം അതനുസരിച്ചുള്ളവരാണ് അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ആ വേദത്തിന് പുറത്ത് കടന്നാൽ മാത്രമേ എന്ത് പറ്റൂ? ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അതുകൊണ്ടാണ് ബ്രഹ്മാവ് തന്നെ പറഞ്ഞത് വേദേഷു ദുർലഭം അദുർലഭമാത്മഭക്തോ. വേദേഷു ദുർലഭം, വേദങ്ങളിൽ അല്ലയോ ഭഗവാനെ, വേദങ്ങളിൽ അങ്ങ് ഇല്ല, ദുർലഭമാണ്. അദുർലഭം ആത്മഭക്തോ, എവിടെയാണ്? ഭക്തന്മാരിൽ മാത്രമാണ് അങ്ങ് സുലഭമായിട്ടുള്ളത്, ഭാഗവതത്തിൽ മാത്രം. ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി, അങ്ങനെയുള്ള ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഭഗവാന്റെ ശക്തിയാലാണ് എല്ലാവരുടെയും ഹൃദയത്തില് ഭഗവാൻ വസിക്കുന്നത്. ഒന്നാണ് എങ്കിൽ ഈ രണ്ടുപേരുടെ ആവശ്യമുണ്ടോ? ആത്മാവിന്റെയും പരമാത്മാവിന്റെ. അപ്പം ആ പരമാത്മാ ഫോം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ഒരു വികാസം മാത്രമാണ്. ആ ഭഗവാന്റെ ശക്തി കാരണമാണ് അല്ലേ? ഭഗവാന്റെ ശക്തി കാരണമാണ് എല്ലാവരുടെയും ഹൃദയത്തില് പരമാത്മാവായിട്ട് കുടികൊള്ളുന്നത്. ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാനാണ്. പക്ഷെ അത് ഭഗവാനിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. അപ്പം ആ പ്രകാശത്തിന് പുറകിൽ ആരുണ്ട്? അവിടെ ഭഗവാനുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ വരുന്നു. ട്രെയിൻ വരുന്ന സമയത്ത് അതിന്റെ പ്രകാശം മാത്രമാണ് ആദ്യം വരുന്നത് രാത്രിയിൽ. അവൻ പറയും, ആ ട്രെയിൻ എത്തി, ട്രെയിൻ എത്തി, അല്ലെങ്കിൽ അതാണ് ട്രെയിൻ. ഇവരുടെ വിചാരം ആ പ്രകാശം അത് ട്രെയിനാണ്. പക്ഷെ ആ ട്രെയിൻ വന്നു കഴിയുമ്പോഴാണ് നമുക്കറിയുന്നത്, ഒരു ട്രെയിൻ ഉണ്ട്. അതിനകത്ത് കയറി കഴിയുമ്പോ അത് ഓടിക്കുന്ന ഒരാളുണ്ട്, അല്ലേ? അതാണ് ഭഗവാൻ. അത് നമുക്കറിയാം. അതാണ് ഒരു പരമ്പരയുടെ ഗുണം, അല്ലെങ്കിൽ ഒരു ഗുരുപരമ്പരയുടെ ഗുണം എന്ന് പറയുന്നത് കാരണമാണ്. അപ്പം ആ പ്രകാശത്തിന് പുറകിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. അത് ഭക്തർക്ക് മാത്രമേ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പൊ ഈ രീതിയിൽ അറിവില്ലാത്തവരാണ്, അല്ലെ, ആ ബുദ്ധി കുറഞ്ഞവരാണ് ഈ ബ്രഹ്മജ്യോതിയും പരമാത്മാവും ഭഗവാനിൽ നിന്നല്ല വ്യത്യസ്തരാണെന്ന് കരുതുന്നത്. ആ ഭീഷ്മദേവന്റെ മനസ്സിൽ നിന്ന് പോലും ഇത് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പോലും പറയുന്നത്? ഭീഷ്മദേവൻ പോലും പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അല്ലേ? എന്താ പറയുന്നേ? ഇത്രയൊക്കെ കാണിക്കുന്നെങ്കിലും ഈ നിൽക്കുന്ന കൃഷ്ണനില്ലേ, ഇവനാണ് ഭഗവാൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം.
ഭഗവാനെ അംഗീകരിക്കണം. ഭഗവാനെ അംഗീകരിച്ച് ഭക്തിയുത സേവനം ചെയ്യണം. എങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള ആ മുക്തിയിലേക്ക് നമുക്ക് പോകാൻ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ഇപ്പം വസുദേവൻ അല്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ്? അദ്ദേഹമാണ് ആദിമ പുരുഷൻ. ഇപ്പം ഒരുപാട് പേര് അത് അംഗീകരിക്കുന്നുണ്ട് അല്ലേ. നമുക്കതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് ജനങ്ങൾ അതിനെക്കുറിച്ച് അംഗീകരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാ കുട്ടികളും ഭക്തരും എന്ത് വേണം? ആ ഭഗവാന്റെ കാൽപ്പാടുകള് പിന്തുടരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഭക്തിമാർഗത്തിന്റെ വഴി. ഇപ്പം ആ ഭീഷ്മദേവന്റെ പോലും അല്ലേ ആരാധന കഥാപാത്രം എന്ന് പറയുന്ന ആരാണ്? അല്ലെങ്കിൽ ആരാധിക്കുന്ന വ്യക്തി, ആരാധിക്കുന്ന ഭഗവാൻ ആരായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. അപ്പം ബുദ്ധി കുറഞ്ഞ ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നതും തെറ്റിദ്ധരിക്കുന്നതും? വൃന്ദാവനത്തിലെ കൃഷ്ണനും ആ കുരുക്ഷേത്രത്തിലെ കൃഷ്ണനും എന്താണ്? വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് എന്ന് അവര് കരുതുന്നു. ഇപ്പം ഭീഷ്മദേവന് പോലും എന്ത് ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ യോഗികൾ പോലും എന്താണ്? യോഗികളുടെ ലക്ഷ്യസ്ഥാനം എന്താണ്? കൃഷ്ണൻ തന്നെയാണ്. പക്ഷെ അവര് പരമാത്മാ രൂപേണയാണ് ആരാധിക്കുന്നത് എന്ന് മാത്രം. നമ്മൾ പറഞ്ഞ് എല്ലാ ഇതിനെ കുറിച്ചല്ലേ, സാലോക്യ മുക്തിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം സാലോക്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്താണ്? സായുജ്യമുക്തി. സാലോക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ഉള്ള അതേ ആത്മീയ ഗ്രഹത്തിൽ വസിക്കാൻ പറ്റും. എങ്ങനെ? ആ ഭൗതികതയിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ആ ഭഗവാൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മൾ ഉയർത്തപ്പെടും. പിന്നെ പറഞ്ഞു സാരൂപ്യം, ഭഗവാന്റെ അതേ രൂപത്തിലുള്ള, ഇതെല്ലാം പറയുന്ന വൈകുണ്ഠത്തിലാകട്ടോ, ചതുർബാഹു വിഷ്ണുവിന്റെ കാര്യമാണ് പറയുന്നത്. സാരൂപ്യം, ഭഗവാന്റെ അതേ രൂപത്തിലുള്ള 4 കൈകളുള്ള രൂപം നേടും. അതാണ് സാരൂപ്യം അല്ലെ. സാഷ്ടിമുക്തി എന്ന് പറഞ്ഞത് ആ ഭഗവാൻ അനുസരിച്ചുള്ള ഐശ്വര്യങ്ങൾ ഒക്കെ നേടുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. സാമീപ്യമാണെന്ത്? ആ ഭഗവാന്റെ സന്തത സഹചാരിയായിട്ട് പോകുക അല്ലേ. നമ്മൾ ഈ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത്. എന്താണ്? ഈ ഒരു ശരീരം നശിക്കുന്നതിന് ശേഷം ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശരീരമില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ജനനവും മരണവും ഇല്ലാത്തവനാണ് ജീവാത്മാവ്. അപ്പൊ നമ്മുടെ ഈ ബോഡി ഉപേക്ഷിച്ചാലും എന്ത്? നമ്മൾക്ക് വേറെ ശരീരമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ശരീരമുണ്ട് നമുക്ക്, ആത്മാവിന്. അപ്പം ആ ആത്മാവിന്റെ ഇച്ഛയും ആത്മാവിന്റെ ആഗ്രഹങ്ങളുമാണ് എന്ത് നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കാൻ കാരണവും ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും ഒക്കെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ഈ നാമം ജപിക്കുന്ന ഒക്കെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ആത്മാവിന്റെ ഇച്ഛയാണ്, ആത്മാവിന്റെ ആഗ്രഹം കാരണം. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും നമുക്ക് വേറെ ശരീരമില്ലാത്തത് കാരണം നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല എന്നാരും തെറ്റിദ്ധരിക്കരുത്. അപ്പം ഈ ഒരു ഭൗതിക ശരീരം പോലും ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആഗ്രഹത്താലാണ് അല്ലേ. നമ്മുടെ ആഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ടും ഒക്കെ തന്നെ കിട്ടിയതാണ് എന്ത്? ഈ ഒരു ഭൗതിക ശരീരം. ആ നമ്മുടെ ആഗ്രഹം കാരണം വികാസം ഉണ്ടാകുന്നതാണ്.
അതായത് ഒരു ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് എന്ത് ഈ ഭൗതിക രൂപം അല്ലെങ്കിൽ ഭൗതിക രൂപം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്ത് ഭഗവാൻ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്ത കളയവരം, അല്ലെ? രണ്ട് ശ്ലോകങ്ങൾ എന്താണ് പറയുന്നത്? മരണവേളയില്, അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, എന്തിനെ കുറിച്ചാണോ ഒരു വ്യക്തി മരണവേളയില് ഓർക്കുന്നത്, അതായി തീരുമെന്ന് പറയാൻ കാരണം. അടുത്ത ശ്ലോകം എന്നാണ് ഭഗവാൻ പറയുന്നത്? എന്നെക്കുറിച്ച് ചിന്തിച്ച് ശരീരം ഉപേക്ഷിക്കുന്ന വ്യക്തി എന്റെ അടുത്തെത്തിച്ചേരും, എന്റെ ഭാവത്തെ പുൽകും എന്നാണ് പറയുന്നത്. എന്ന് കരുതിയിട്ട് ആ ഭാവം എന്ന് പറയുന്നത് ഭഗവാനാകുമെന്നല്ല, ആ ഭാവത്തിൽ എത്തിച്ചേരും, ആ ഭഗവാന്റെ ലെവലിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? സാമീപ്യ മുക്തി എന്ന് പറയുന്നത് എന്താണ്? ആ ഭഗവാനുമായിട്ടുള്ള സാമീപ്യം, ഭഗവാന്റെ കൂടെ കഴിയാം. ഏ നടന്നു പോകുന്ന സമയത്ത് ഭഗവാന് കുളിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു, അപ്പൊ നമുക്കൊരു സ്വിമ്മിംഗ് പൂളായിട്ട് മാറാം. ഭഗവാൻ എന്തെങ്കിലും ആഗ്രഹം തോന്നും കഴിക്കാൻ, നമുക്ക് വേണമെങ്കിൽ അതായിട്ട് മാറാം. അപ്പൊ ആ രീതിയിലാണ്, അല്ലെ, ഭഗവാനോട് എപ്പോഴും ആ ഒരു രീതിയിലാണ് നമ്മൾ ഭഗവാനുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോഴും നമുക്ക് സ്നേഹിക്കാനുള്ള ആകാംക്ഷ പലരെയും, അല്ലെ, പലരെയും സ്നേഹിക്കാൻ വേണ്ടി തോന്നുന്നതും പല പല ആഗ്രഹങ്ങളും. ഇതൊക്കെ എന്താണ്? അത് അവിടെ നമ്മുടെ യഥാർത്ഥ സോളിന്റെ സ്വഭാവമാണെന്നുള്ളത് അതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാരൂപ്യം എന്ന് പറയുന്നത് എന്താണ്? തുല്യമായ രൂപം. പിന്നെ സാലോക്യം, ഭഗവാനോടൊപ്പം ഒരേ ഗ്രഹത്തില് ജീവിക്കാനുള്ള തുല്യ സൗകര്യം. സാഷ്ടി എന്ന് പറയുന്നത് ഭഗവാനെ പോലെ ഐശ്വര്യത്തിന്റെ, അല്ലെ, പണവും കാര്യങ്ങളും ഒക്കെ. സാമീപ്യം, ഭഗവാനുമായിട്ടുള്ള തുല്യബന്ധം. എപ്പോഴും മനസ്സിലാക്കുക, ഇതിനൊന്നിനും ഓക്കെ, പക്ഷെങ്കിൽ ഈ ഒരു സംഗതിയിൽ പോയി പെട്ടുപോകരുത് ആരും, ഈ സായുജ്യം. കാരണം ഈ ശങ്കരാചാര്യ ഫിലോസഫിയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. കാരണം ശങ്കരാചാര്യരെ ആരാണ്? മഹാദേവനാണ്. മഹാവിഷ്ണു പറഞ്ഞു വിടുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? വിഷ്ണു പുരാണത്തിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്നടുത്ത് പോയി കുറെ പേരെ വട്ടാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അദ്ദേഹം വരേണ്ട ആവശ്യവും ഉണ്ടായിരുന്നത് വേദം പുനഃസ്ഥാപിക്കണമായിരുന്നു. അങ്ങനെ കുറെ നമ്മൾ പറഞ്ഞിട്ടുള്ളേ. ഈവൻ മഹാദേവൻ പോലും പാർവതിയോട് പറയുന്നുണ്ട്, പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അധശാസ്ത്രം പ്രചരിപ്പിച്ചിട്ട് വരാമെന്ന്. ശാസ്ത്രത്തിൽ ഇല്ലാത്തത് പ്രചരിപ്പിച്ചിട്ട് വരാമെന്ന്. ആൾക്കാർക്കൊരു എന്താ പറയാ, ഒരു കുളിര, ഞാനും ദൈവം, അല്ലേ, ഞാനും ദൈവത്തിന് തുല്യനാണ്. ഈവൻ ഈ സാമീപ്യ മുക്തി പോലും എന്താണ്? ഒരു വ്യക്തി ആഗ്രഹിക്കില്ല, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അതും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഭഗവാൻ ഒരുപാട് കാരുണ്യമുള്ള വ്യക്തിയാണ്. അപ്പം അത്രയ്ക്ക് ദയുള്ള വ്യക്തിയാണ് ആര്? ഭഗവാൻ. അപ്പം ഈ ഒരു ഭൗതിക ലോകത്തിൽ, ഈ ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചെയ്തിട്ടും ഈ ഒരു ജന്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മഫലം കൊണ്ട് ഈ ജന്മം ഈ ഒരു മുക്തിയും കിട്ടിയില്ല, ഭഗവാന്റെ അടുത്ത് എത്തിയില്ല, അല്ലെങ്കിൽ വേറൊരു മുക്തിയും കിട്ടിയില്ല എങ്കിൽ പോലും എന്താണ്, ആ ഒരു പൂർണ്ണമായിട്ടും ആ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും എന്താ, അടുത്ത ജന്മത്തില് ഒരു ഭക്തന്റെയോ വൈഷ്ണവന്റെയോ ബ്രാഹ്മണന്റെയോ, അല്ലെ, ഒരു ധനികന്റെയോ കുടുംബത്തില് ജനനം നൽകുന്നതിലൂടെ എന്താണ്, അയാൾക്ക് മറ്റൊരു അവസരം കൂടി ഭഗവാൻ തരും. അപ്പം അതിലൂടെ എന്താണ് നേടിത്തരുന്നത്? ഈ ഒരു കഷ്ടപ്പാടുകളും ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും? ആ ഒരു ശുദ്ധീകരണം, ആ ഒരു എന്താ പറയാ, ആത്മാവിനെ ശുദ്ധീകരിച്ച്
പെട്ടെന്ന് തന്നെ ശരീരമൊക്കെ ഉപേക്ഷിച്ച് ആ വൈകുണ്ഠത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭഗവത്ഗീതയിലും ഇത് തന്നെ പറയുന്നുണ്ട്. ഈ ഒരു എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുകയും ആ, ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്താണ്, ഈ ഒരു ശരീരം ഉപേക്ഷിക്കുമ്പോൾ തന്നെ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ എന്ത്, ആ ഒരു മുക്തിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ശ്രമം അത്യാവശ്യമാണ് ഇതിനെല്ലാം, അല്ലേ? അല്ലാതെ നമുക്കിതൊന്നും പറ്റില്ല എന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും നടക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ശ്രവണം, കീർത്തനം അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കണം അല്ലെങ്കിൽ നാമം ജപിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ മാറണം, അല്ലേ? നമ്മുടെ ഭൗതിക അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്കാണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറണം. എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് എന്താണ് ആ മുക്തിയുടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പം ഈ ഒരു ഭൗതിക ലോകം എന്താണ് ആസ്വദിക്കാനുള്ളത് ആണ് എന്നുള്ള ആഗ്രഹത്തിലും പിന്നെയോ ആധ്യാത്മിക രീതിയിൽ പോകേണ്ടതാണെന്നുള്ള ചിന്തയും, ഈ രണ്ട് ചിന്തകളും ഈ രണ്ട് മന്ത്രവാദിനികളെ പോലെയാണ് എന്നാണ് വിഭു പറയുന്നത്. അപ്പം അവരെന്താണ് പ്രേതങ്ങളെ പോലെ വേട്ടയാടുന്നു എന്നാണ് നമ്മളെ. അപ്പൊ ഇത് എന്താണ് ഈ ഹൃദയത്തിനുള്ളില് നിലനിൽക്കുന്നിടത്തോളം എന്താണ് നമുക്കൊരിക്കലും അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമുക്ക് ഒരിക്കലും തന്നെ എന്താണ് ഈ ഒരു ആ ഭക്തിയുത സേവനത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പം ആ ഒരു ഭൗതിക ബന്ധനത്തിൽ നിന്നും എന്ത് വേണം, നമുക്ക് മോചനം വേണം. ഭൗതികതയിൽ നിന്ന് മോചനം വേണം. എല്ലാത്തിൽ നിന്നും ലിബറേഷൻ വേണം. അപ്പം ഇത് കേട്ടാൽ മാത്രമേ എന്ത് നമുക്കിതൊക്കെ മനസ്സിലാവൂ. ക്ലാസ്സുകൾ കേട്ടാലും ഇതൊക്കെ മനസ്സിലാവൂ. അപ്പം നമ്മുടെ മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞാണ് ശരിയായ വൈദിക ജ്ഞാനം എന്ന് പറയുന്നത് ഈ വേദങ്ങൾ എഴുതിയിരിക്കുന്നതും അല്ലെങ്കിൽ എല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ. എന്താണ്? ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിന് എന്ത് വേണം? മോക്ഷം വേണം. ആ മോക്ഷപ്രാപ്തിക്കുള്ള വഴികളാണ് വേദങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും ഒക്കെ നമുക്ക് തരുന്നത്. അതനുസരിച്ച് ജീവിച്ച് ഈ ഒരു ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തിരിച്ച് എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആസ്വദിപ്പിച്ച് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു കലിക്കൽമഷം എന്താണ്? കാമക്രോധ മോഹലോഭ മതമാത്സര്യം, ഈ സംഗതികൾ നമ്മളെ ഈ ഭൂമിയിൽ പിടിച്ചിടുക മാത്രമേ ഉള്ളൂ. സുഖവും കഷ്ടപ്പാടും എല്ലാം ഒരേപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകത്ത്. നമുക്ക് തോന്നും കഷ്ടപ്പാടാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. പക്ഷേ ബി കെയർഫുൾ, സുഖവും എന്താണ് അതിനപ്പുറം ഡേഞ്ചറാണ്. കഷ്ടപ്പാട് ഉണ്ട് എങ്കില്
ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ഭഗവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. സുഖമാണ് എങ്കില് നമുക്കത് തോന്നില്ല. ഇനിയും അടുത്ത ജന്മത്തിലും ഈ ആസ്വാദനം എനിക്ക് കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് യാതൊരുവിധ വിഷയവുമില്ലായത്. അപ്പം ഈ ആനന്ദമായാലും ദുഃഖമായാലും ഒരേ രീതിയിൽ വേണം എന്ത് ഭക്തൻ കാണാൻ വേണ്ടിയിട്ട്. അമാനിന മാനദേന കീർത്തനീയ സദാഹരി. മാനവും അപമാനവും ഒരേ രീതിയിൽ കണ്ടാൽ എന്താണ് കീർത്തനീയ സുധാഹരി, ഭഗവാന്റെ നാമം നല്ല രീതിയിൽ ജപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ചിന്തിക്കരുത് അവന് പൈസ ഉണ്ട്, അവന് ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാടാണ് തന്നിരിക്കുന്നത്. ചിന്തിക്കുക, അവരും ഡേഞ്ചർ പൊസിഷനില്ല. ഈ പൈസ ഉള്ളവൻ നമ്മളെക്കാട്ടി ഡേഞ്ചർ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഒരിക്കലും ഈ ഭൗതിക ലോകം സുഖിക്കാനുള്ളതല്ല. നമ്മുടെ ഈ ഇന്ദ്രിയങ്ങള് എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാനോ പറയാനോ വേണ്ടിയിട്ടുള്ളതല്ല. കാമം, ക്രോധം, മോഹം, ലോഭം, മതമാത്സര്യം, ഈ സംഗതികള് തുടച്ചു നീക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ രക്ഷ നേടാൻ പറ്റൂ. കാമം, ക്രോധം എന്ന് പറയാൻ കാരണം എന്താണ്? ഈ കാമത്തിലൂടെയാണ് എന്ത് ക്രോധത്തിലേക്ക് പോകുന്നത്. അതായത് ഈ കാമം എന്ന് പറയുന്നത് എന്ത് ലൈംഗികത മാത്രമായിട്ട് ചുരുക്കി കളയരുത്. ലോഭം, അതൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലോട്ട് എത്തിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഈ നാട്ടില് ലോകരാജ്യങ്ങൾ തമ്മിൽ പോലും വഴക്കുണ്ടാവുന്നത്. അല്ലെ? അത്യാർത്ഥികൾ കാരണം, അയൽ വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവുന്നത് ഇത് കാരണമാണ്. വീട്ടിൽ തന്നെ ഇപ്പൊ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. അവനവനുള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. കാരണം ചിന്തിക്കുക ഏത് സമയവും ഈ അടുത്ത നിമിഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോകാം, അടുത്ത നിമിഷം ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് പോകാം. ഏത് നിമിഷം വേണമെങ്കിലും ഭഗവാന്റെ വിളി വരാം. ഏത് നിമിഷം വേണമെങ്കിലും ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ എന്നെ ഈ ശരീരത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കാം. എപ്പോ വേണമെങ്കിലും ഞാൻ പോയേ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഒന്നും ശാശ്വതമല്ല. ഈ ഉള്ള സംഗതികൾ, കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ സമ്പാദിച്ചതും ഞാൻ കൊണ്ടുപോകുന്നില്ല. സുഖവും ഞാൻ കൊണ്ടുപോകുന്നില്ല, ദുഃഖവും ഞാൻ കൊണ്ടുപോകുന്നില്ല. ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതിനനുസരിച്ചുള്ള ഫലമായിരിക്കാം പോകുന്ന സമയത്ത്. ഭഗവാനോടൊപ്പം ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ മാത്രം മൂന്ന് ജീവിച്ചു കഴിഞ്ഞാല് എന്താണ് അവസാനം നമുക്ക് ഭഗവാന്റെ അടുക്കൽ എത്തിച്ചേരാം. പിന്നീട് ഒരിക്കലും ഇവിടേക്ക് വരേണ്ടതായിട്ട് വരികയില്ല. എപ്പോഴും ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. ക്ലാസ്സുകൾ ചിലപ്പോൾ റിപ്പീറ്റ് ആയിരിക്കാം നമ്മൾ കേൾക്കുന്നത്, എങ്കിൽ പോലും അത് കേട്ടുകൊണ്ടേയിരിക്കുക എപ്പോഴും. പിന്നെ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ. നമ്മുടെ ഒരു വാക്ക് ഒരാളെ വേദനിപ്പിക്കുന്നു എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്കുണ്ടാവും. അതേപോലെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ സാത്വികമായിട്ടുള്ള ഭക്ഷണമല്ല കഴിക്കുന്നതെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവും, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നാവ് ആണ് ഇതിനെല്ലാം പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ പ്രതികരിച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. ഉണ്ടോ? ഒരാളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ഇല്ല. നമ്മുടെ ഫ്രസ്ട്രേഷൻ മാറ്റാമെന്നേ ഉള്ളൂ. പക്ഷെ അത് വീണ്ടും അത് കൂടി വരുത്തതേ ഉള്ളൂ. പലയിടത്തും നമ്മുടെ ഭൗതിക രീതിയിലും ആത്മീയ രീതിയിലും എല്ലാം നമ്മളെ വിഷയം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് നാവ്. ഇനിയിപ്പോ ഒരാൾ നമ്മളെ എന്തും പറഞ്ഞോട്ടെ, നമ്മൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ സൈഡിൽ കൂടെ ഒഴിഞ്ഞു പോകുക. അതേപോലെ ഭക്ഷണം, ഇതെല്ലാം ഭഗവാനുമായിട്ട് റിലേറ്റഡാ.
സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, കഴിവതും ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കുക. കാരണം ഇനി ഈ ഭൂമിയിൽ വരരുത്. കാരണം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അത്ര മാത്രം കഷ്ടപ്പാടാണ്. സുഖ സൗകര്യങ്ങളും പണത്തോടും കൂടി ജീവിക്കുന്ന വ്യക്തി വിചാരിക്കുന്നത് ഇവിടെ നല്ല സുഖമാണ് എന്നാണ്. പക്ഷെ ആ പുള്ളിയും ഒരു ദിവസം മരിച്ചു പോകും, ശരീരം ഉപേക്ഷിക്കും. അല്ലേ? പോയിട്ട് പിന്നെ എന്താണ് കിട്ടുന്നത്? നമുക്കറിയില്ല പിന്നെ എന്തായിരിക്കുമെന്ന്. എന്ന് കരുതി സമ്പാദിക്കേണ്ടെന്നല്ല പറയുന്നത്. ഈ ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ വേണം. അതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുട്ടികളെ ആയാലും മാതാപിതാക്കളെ ആയാലും അല്ലെങ്കിൽ മറ്റു പലരെ ആയാലും പലരും പൊതുവെ കാണുന്ന ഒരു സംഗതിയാണ് എന്ത്? ഭക്തി ചെയ്യാനും നാമം ചെയ്യാനും ആരും നിർബന്ധിക്കൂല. അവർ പറയുന്നത് എന്താ? നമ്മൾ ഇത്രയും നാളും ആഘോഷിച്ച് അവരും അവരുടെ പ്രായമാകുമ്പോൾ ചെയ്തോളാമെന്ന്. പക്ഷേ അവരെ നിർബന്ധിക്കണം. കാരണം ഭൂരിഭാഗം ആൾക്കാരും ഒരു വൈഷ്ണവ കുടുംബത്തിൽ ജനിച്ചവരല്ല, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരല്ല, ഭക്തിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുടുംബങ്ങളിൽ ജനിച്ചവരാണ് പലരും. അപ്പം അവരുടെ ജീൻ എന്ന് പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പോലും. അപ്പം അവരെ ഫോഴ്സ് ചെയ്ത് അത് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ജന്മന അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തികളെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ജീൻ അങ്ങനെയുള്ളയാണ്, ജന്മവാസന അവർക്കുണ്ട്, അവർ ആ വഴിക്ക് അങ്ങ് പോകും. പക്ഷെ നമ്മുടെയൊക്കെ കൂട്ട് ആണെങ്കിൽ എന്താണ്? നമുക്ക് അങ്ങനെ ഒരു വാസനയില്ല, ഏത് സമയം വേണേലും തിരിച്ചു പോകാം, അത് വിട്ടിട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കണം. പലരും പറയും കുട്ടികളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്, അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് ആരെ കൊണ്ട് ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കരുത്. പക്ഷെ നമ്മൾ അവരെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം ആ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആരും ഭക്തരല്ലായിരുന്നു. മീൻസ് ഈ ഭൗതിക ശരീരം കിട്ടുന്ന സമയത്ത് ആത്മാവ് ഭക്തരാണ്, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ടുള്ള അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ജന്മവാസന എന്ന് പറയുന്നത്. കാരണം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഇല്ലായിരുന്നു, നമ്മുടെ പൂർവികർക്കാർക്കും അങ്ങനെ ഇല്ലായിരുന്നു, നമ്മളെന്ന് പറഞ്ഞാൽ പലർക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു വാസന നമ്മൾ വരുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വയവും നമ്മൾ ഡെയിലി നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മളെ പുഷ് ചെയ്യാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ വെക്കുക, പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം. നമ്മളൊക്കെ എന്താണ് മുള്ളിന്റെ മണ്ടയ്ക്കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ സത്സംഗത്തിൽ വന്നിരിക്കുമ്പോൾ നമ്മളെല്ലാം മറക്കും. ഇത്രയും പേരുടെ അസോസിയേഷൻ, ഇത്രയും പേരുടെ കാര്യങ്ങൾ ഇത്രയും പേര് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ എന്താണ്? വലിയ ഭാഗ്യമാണ്. ഇത്രയും ഒരു അസോസിയേഷൻ കിട്ടുന്നത് തന്നെ. 20 പേര് എന്ന് പറയുന്നത് കുറഞ്ഞ കാര്യമല്ല. ഭക്തരുമായിട്ടുള്ള സഹവാസത്തിൽ നിന്ന് മാത്രമേ എന്താവൂ, നമുക്ക് ആ ഒരു ലിബറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ആ. പുറത്തു പോയി ആൾക്കാരുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ അവർ ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമ്മളും സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ കൂടും. മുക്തി വേണമെങ്കിൽ ആരുടെ കൂടെ പോകണം? ഭക്തന്റെ കൂടെ പോകണം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പക്ഷെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തനൊരു മുക്തിയും ആഗ്രഹിക്കുന്നില്ല. എവിടെ നാമമുണ്ടോ, നാമജപമുണ്ടോ, അവിടെ കഴിയാനാണ് ഭഗവാന്റെ ആഗ്രഹം. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഭഗവാനും നമ്മളും ഒന്നല്ല, രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിത്വം കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും എങ്ങും പോയിട്ട് നമ്മൾ ലയിക്കാനോ ഒഴുകിച്ചേരാനോ പോകുന്നില്ല. നമ്മളൊരു വ്യക്തിയാണ്, വ്യക്തി. അന്നും ഇന്നും എന്നും എപ്പോഴും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, അർജുന, ഈ കാണുന്ന രാജാക്കന്മാരും ഞാനും നീയും പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. എന്തുകൊണ്ടാണത്? നാശമില്ല. അതുകൊണ്ടാണ് പറയുന്നത് യുദ്ധം ചെയ്തോ. അവര് മരിച്ചാലും ആ ശരീരത്തിൽ നിന്ന് മാത്രമേ പോകൂ. എനിവേ, എല്ലാവരും നാമം ജപിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക. ഭഗവാന്റെ അനുഗ്രഹത്തിനും ഒക്കെ എന്താണ്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അനുഗ്രഹത്തോടു കൂടി എല്ലാവർക്കും
ആ മുക്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.